രാത്രിയിലെ ദൈവവചനാധ്യാനത്തിനായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Epistle to Philippians chapter 4 verses 12 and 13. താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്നത്തെ രാത്രികാലം തുറന്ന ഹൃദയവുമായി സമർപ്പിക്കപ്പെട്ടവരായി ഞങ്ങൾ അടുത്തു വരികയപ്പച്ച. പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ കരത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിധേയരാകുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഇന്നത്തെ രാത്രി ഏൽപ്പിച്ചു തരുന്നു. കേൾപ്പിച്ച വചനം കർത്താവേ, ഇന്നത്തെ രാത്രി ശ്രേഷ്ഠമേറിയ പ്രവൃത്തികൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ചെയ്യിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നദ്ധയിൽ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തന്നിട്ട് ദൈവവചനം പ്രാഗൽഭ്യത്തോടെ, ധൈര്യത്തോടെ, പരിജ്ഞാനത്തോടെ, ദൈവകൃപയോടെ ശുശ്രൂഷിപ്പാൻ ഏഴിയുടെ മേലും അങ്ങയുടെ അഭിഷേകത്തെ പകർന്നാണ്. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായ സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോട് താമസിക്കും. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാലഘട്ടത്തെക്കാളും ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെയും ചെറുപ്പകാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ കാലവുമായി നാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഒത്തിരി സമൃദ്ധി വർദ്ധിച്ച ഒരു കാലഘട്ടമായത്. മനുഷ്യന് ധനം വർദ്ധിച്ചു, സമ്പത്ത് വർദ്ധിച്ചു, അതുമാത്രമല്ല സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചു, ആർഭാടകരമായിട്ടുള്ള ജീവിതത്തിനുള്ള സകല സാഹചര്യങ്ങളുമുണ്ട്, അറിവ് വർദ്ധിച്ചു, ടെക്നോളജി വർദ്ധിച്ചു, സാഹചര്യങ്ങളെല്ലാം പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ആയിത്തീരുവാൻ കോണം ഈ കാലഘട്ടത്തിൽ കഴിയുന്നുണ്ട്. പലതും ചില കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വപ്നത്തിൽ പോലും കഴിയാത്ത, ചിലർക്ക് ചിന്തിക്കുവാൻ കഴിയാത്തവണ്ണമുള്ള അവസ്ഥയിൽ ഇന്ന് പ്രായോഗികമായി നമ്മളിൽ പലർക്കും എത്തുവാൻ തക്കവണ്ണവും കർത്താവ് ഇടയാക്കി. നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും ഭാവനയിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു, കുഞ്ഞുങ്ങൾ കാണുന്നു. ഇത് എവിടെയും നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും പറയുവാൻ കഴിയും, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ച പല വിഷയങ്ങളുടെയും ഉത്തരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിലായാലും ശരി, അവിശ്വാസികളുടെ ജീവിതത്തിലായാലും ശരി, നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം: അനേകരുടെ ജീവിതത്തിൽ തൃപ്തിയില്ല, അനേകരുടെ ജീവിതത്തിൽ തൃപ്തിയില്ല, സ്വസ്ഥതയില്ല. ഞാൻ എന്തിനങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ ഓട്ടത്തിന്റെ വേഗത, നമ്മുടെ ത്വരത, ചിലതിന്റെ പിന്നാലെ ഓടുകയാണ്. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഒന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാതം മുതൽ രാത്രി വരെ, രാത്രി മുതൽ പ്രഭാതം വരെ ചില മണിക്കൂറുകൾ ഉറങ്ങുവാൻ തക്കവണ്ണം കിടക്കുന്നുണ്ടെങ്കിലും ആ ഉറക്കത്തിന്റെ മധ്യത്തിലും ഉണരുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് പിറ്റേ ദിവസം, അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ, അടുത്ത ആഴ്ചകളിൽ, മാസങ്ങളിൽ, ഒരുപക്ഷെ വർഷങ്ങളിൽ സംഭവിക്കുവാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, നമ്മളെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളെക്കുറിച്ച്, നിവർത്തിക്കപ്പെടണമെന്നുള്ള ചില പദ്ധതികളെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ചിന്ത. അതിന്റെ അർത്ഥം 24 മണിക്കൂറും സ്വസ്ഥത അനുഭവിപ്പാൻ, സംതൃപ്തി അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ചില കാലഘട്ടത്തിന്റെ, ചില വർഷങ്ങൾക്ക് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൃപ്തി ഉണ്ടായിരുന്ന ഒരു സമൂഹം. നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ, ഒരു 10, 30, 40 വർഷത്തിന്റെ പിന്നിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ, പകലത്തെ മുഴുവനും അധ്വാനം കഴിഞ്ഞ് രാത്രിയിൽ വന്ന് ഭക്ഷണം കഴിച്ച് മക്കളോടൊക്കെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് സുഖമായി സ്വസ്ഥമായി ഉറങ്ങിയിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടുപോകുന്ന മനുഷ്യരാണ് നമ്മൾ. എന്നാൽ ആ കാലഘട്ടം എവിടെ പോയി?
മനുഷ്യന് സ്വസ്ഥതയില്ല, മനുഷ്യന് സമാധാനമില്ല, മനുഷ്യന് തൃപ്തിയില്ല. There is no contentment in life. Does it mean that contentment is unattainable in this world? Does it mean that contentment is restricted only to heaven and the inhabitants in heaven? അതിന്റെ അർത്ഥം തൃപ്തി എന്ന് പറയുന്നത് ചില കവിമാരെ, ചില പൊയറ്റ്സ് ഭാവന ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഡ്രീം മാത്രമാണോ? ഈ ലോകത്തിൽ നമുക്ക് തൃപ്തി ഇല്ല, ഉള്ള ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലേ? അതോ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് തൃപ്തിയും സ്വസ്ഥതയും ഉണ്ടാകുമോ? ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനത്തില് കാരാഗൃഹത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ സ്വസ്ഥതയുള്ള, തൃപ്തിയുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Prison is the last place you will go and look for a person who is content in his life. ജീവിതത്തിൽ തൃപ്തിയുള്ള ഒരു മനുഷ്യനെ തേടി നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു തടവറയിൽ, ഒരു കാരാഗൃഹത്തിൽ എത്തുക എന്ന് പറയുന്നത് സാധ്യതയുള്ള കാര്യമല്ല. ആരും കാരാഗൃഹത്തിന്റെ നടുവിലേക്ക് പോയി തൃപ്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുകയില്ല. എന്നാൽ കാരാഗൃഹത്തിന്റെ നടുവിൽ കൈകളിലും കാലുകളിലും വിലങ്ങിട്ടുകൊണ്ട് നാളത്തെ മരണവും കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിൽ മുഴുവനും വേണ്ടെന്ന് വെച്ച് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ ഈ വചനത്തിൽ പറയുകയാണ്, ഞാൻ തൃപ്തനാണ്. ഹല്ലേലൂയ. എല്ലാം ഉണ്ടായിട്ടും തൃപ്തിയില്ലാത്ത നമ്മൾ, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നമ്മൾ, ആഗ്രഹിക്കുന്നിടത്ത് പോകുവാൻ, ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ, ആഗ്രഹിക്കുന്നവരോടുകൂടെ മിങ്കിൾ ചെയ്യുവാൻ, ആരുടെയും നിയന്ത്രണത്തിന് കീഴില്ലാതെ അടിമകളല്ലാത്ത സ്വതന്ത്രരായി ജീവിക്കുന്ന നമ്മളിൽ പലരും അതൃപ്തി എന്ന ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഇതാ മനുഷ്യൻ കാരാഗൃഹത്തിലാക്കി നാളെ മരണവിധി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ജീവിതം മുഴുവനും ലഭിച്ച ലാഭങ്ങളൊക്കെയും കുടുംബ സ്വത്തുകളൊക്കെയും കുടുംബ മഹിമയൊക്കെയും വിദ്യാഭ്യാസമൊക്കെയും ആരോഗ്യമൊക്കെയും തന്നെ വിളിച്ച കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, ഞാൻ തൃപ്തനാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവവചനം ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അനവധി വചനങ്ങൾ ഈ തൃപ്തിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട്. തൃപ്തിയില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതം ഒരു നഷ്ട ജീവിതമാണ്, തോൽവി നിറഞ്ഞ ഒരു ജീവിതമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവർക്ക് ഒന്നിച്ചിരിക്കുവാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ, മക്കളോടുകൂടെ ഒന്നിച്ചിരിക്കുവാൻ തക്കവണ്ണം സമയം കിട്ടുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുവാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ഒന്ന് കണ്ണടച്ചിരിക്കുവാൻ, നമുക്ക് സമാധാനത്തോടെ ഒന്ന് ഇരിപ്പാൻ തക്കവണ്ണം, ഒരു കപ്പ് കാപ്പ് കുടിക്കുവാൻ തക്കവണ്ണം ആ സ്വസ്ഥത ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ നേടിയത് കൊണ്ടൊക്കെ എന്ത് പ്രയോജനം? ജീവിതത്തിൽ എന്നാ നമുക്ക് സ്വസ്ഥത കിട്ടാനായിട്ട് പോകുന്നത്? കർത്താവിന്റെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ അതൃപ്തി എന്ന് പറയുന്ന ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിൻസ്. അനേക പാപങ്ങളിൽ ഒരു പാപമാണ് അതൃപ്തി. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു കവറ്റസ്നെസ്. അത്യാഗ്രഹത്തിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാപമാണ് അതൃപ്തി. നമ്മൾ എന്തുകൊണ്ടാണ് അതൃപ്തരാകുന്നത്? നമുക്ക് സംതൃപ്തി ഇല്ലാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാഗ്രഹമുള്ളത് കൊണ്ടാണ്. വൺ വേ വി തിങ്ക്. ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൃപ്തിയായിരിക്കുന്നത്, നമുക്ക് ലഭിച്ചതിലൊന്നിനും സംതൃപ്തി ഇല്ലാതിരിക്കുന്നത്, കണ്ടന്റ്മെന്റ് ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം we are greedy. We want more of it. We think that I haven't come to that level. I still have to run. I still have to strive and struggle for it. ഞാൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല, ഇതുവരെ അതെനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കിത് പോരാ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് തൃപ്തിയില്ലാത്തതായിട്ട് വരുന്നത്. കർത്താവിന്റെ വചനം പറയുന്നത് പാപമാണ്. സഹോദര സഹോദരി, ദൈവത്തിന്റെ തിരുവചനം എന്ന് പറയുന്നത് പ്രസംഗിക്കുവാനോ പാട്ടുകൾ എഴുതുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അല്ല. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീർന്നിരിക്കുന്നു എന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണമാണ്. ഈ വചനം ജഡമായി തീരേണ്ടതാണ്. Word has to become fresh in you and in me. എന്നിലും നിങ്ങളിലും ഈ വചനം ജഡമായി തീരണം. It has to become a reality in your life and in mine. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വചനം നിവർത്തിക്കപ്പെടണം. ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സന്തോഷവും സമാധാനവും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ ഈ വചനം കൊണ്ട് പ്രയോജനമുള്ളൂ.
സഹോദരങ്ങളെ കേൾക്കണമേ, സ്വർഗത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള മാതൃകയോ ഭരണഘടനയോ അല്ല ഈ വചനം. ഈ വചനം നമ്മൾ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നിട്ടുള്ളതാണ്. ഈ വചനമെല്ലാം നമ്മൾ പഠിച്ച് ധ്യാനിച്ച് നമ്മൾ സ്വർഗത്തിൽ പോയി ഇതുപോലെ ജീവിക്കുവാൻ തക്കവണ്ണമല്ല ഭൂമിയിൽ കർത്താവ് വചനം തന്നിരിക്കുന്നത്. ഭൂമിയിൽ ദൈവവചനം തന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാനാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മളിൽ പലർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. നമ്മൾ ഈ വചനത്തെ കാണുന്നത് സ്വർഗത്തിലെത്തുവാനുള്ള വഴിയായിട്ടാണ്. ഭൂമിയിൽ ജീവിക്കുവാൻ മറന്നു പോവുകയാണ്, പക്ഷെ സ്വർഗത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ. സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്തൊന്ന് പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12:15 കർത്താവ് ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തരം സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. This is something the Lord has been warning those people. കർത്താവ് തന്റെ അടുക്കലേക്ക് ചില ആവശ്യങ്ങളുമായി കടന്നു വന്ന ചില വ്യക്തികളോട്, ലോക സ്നേഹികളോട്, ഈ പറഞ്ഞതുപോലെ തൃപ്തിയില്ലാതെ ഓടുന്നവരോട് കർത്താവ് പറയുകയാണ്, ബി കെയർഫുൾ അബൌട്ട് ദിസ്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് വിട്ടൊഴിഞ്ഞുകൊള്ളണം. കാരണം a man's life doesn't consist of the things, abundance of things that he possesses. ഒരുവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. What you have in God doesn't make a difference when you are leaving this earth. ഒരു കാര്യം കേൾക്കണമേ സഹോദര, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട്, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഇല്ല, ഞാൻ മരിക്കുന്ന സമയത്ത് it doesn't matter to me. അത് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജീവിതത്തിൽ അധ്വാനിച്ച് സമ്പത്ത് നേടിയ, എല്ലാ സാഹചര്യങ്ങളും നേടിയ, ലോകത്തിൽ പേരെടുത്തവരുടെയൊക്കെ ജീവിത അവസാനത്തിലേക്ക് വരുമ്പോൾ അവരെ നോക്കുവാൻ പോലും ആളില്ല. അനേകർ വൃദ്ധസദനങ്ങളിൽ, റീഹാബ് സെന്ററുകളിലാണ് അവർ ജീവിതത്തിൽ അഭയം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ആഹാരത്തിൽ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന ആഹാരം കഴിച്ചാൽ കൊള്ളണമെന്ന്. പക്ഷേ ആ ആഹാരം അവർക്ക് ഉള്ളിൽ ആഗ്രഹിക്കുക അല്ലാതെ അത് കഴിക്കുവാൻ തക്കോണം അവർക്ക് കഴിയുകയില്ല. അത് കൊണ്ടു കൊടുക്കുവാൻ തക്കോണം പോലും ആളില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവർ അധ്വാനിച്ചത്, അവർ നേടിയത്, അവരുടെ ബാങ്കിലുണ്ടായിരുന്ന ബാങ്ക് ബാലൻസസ്, അവരുടെ പേരുണ്ടായിരുന്ന വസ്തുവകളൊക്കെയും മറ്റു ചിലർ എടുക്കപ്പെട്ടു, മറ്റു ചിലരുടെ പേരിൽ പോയി. അപ്പൊ ഓടി ഇതൊക്കെ അധ്വാനിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി. ഇവിടെ കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് സകല ദ്രവ്യാഗ്രഹവും വിട്ടൊഴിഞ്ഞുകൊള്ളണം. നിന്റെ ജീവിതത്തിൽ നിന്നെ നിയന്ത്രിക്കുന്നത് ദ്രവ്യത്തോടുള്ള ആഗ്രഹം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പണം മാത്രമാകണമെന്നില്ല. എനിത്തിങ് മെറ്റീരിയൽ that all comes into this category. ഈ കാറ്റഗറിക്കകത്ത് വരുന്നതാണ് ദ്രവ്യാഗ്രഹം. എന്തിനോടെങ്കിലും ഈ ലോകത്തിലുള്ളതിനോട് എനിക്ക് ആഗ്രഹവും അഭിനിവേശവുമാണ്. ഞാൻ അതിനു വേണ്ടി ഓടുകയാണ്, അധ്വാനിക്കുകയാണ്, അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഒരു പരിധിക്കപ്പുറമായി എന്റെ ആവശ്യത്തിൽ കഴിഞ്ഞ് ഞാൻ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, ഇറ്റ് വിൽ നെവർ ഹെൽപ്പ് യു വെൻ യു നീഡ് ഇറ്റ്. നിനക്ക് ആവശ്യമുള്ള സമയത്ത് അത് നിനക്ക് ഉപകാരമായിട്ട് വരത്തില്ല. കർത്താവിന്റെ വാണിംഗാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 13:5 മനോഹരമായ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ തടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. നമ്മളൊന്ന് ശോധന ചെയ്യണം ദൈവമക്കളെ. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹത്തോട്, ഈ ലോകത്തോടുള്ള ആഗ്രഹം നമ്മളൊന്ന് ശോധന ചെയ്യണം. എന്റെ പ്രഭാതം മുതൽ വൈകിട്ട് വരെയുള്ള ജീവിതം, അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾ, ദിവസങ്ങളൊക്കെയും ഞാൻ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? ജോലിക്ക് പോകരുതെന്നല്ല, പറമ്പിൽ അധ്വാനിക്കരുതെന്നല്ല, നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ളതല്ല. പക്ഷെ അതുമായുള്ള ബന്ധത്തിൽ എന്റെ മൈൻഡ് സെറ്റ് എന്താണ്? ഹല്ലേലൂയ. ഞാൻ ദ്രവ്യാഗ്രഹത്തോടുകൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണോ? എന്റെ ചിന്തകൾ മുഴുവനും ഈ ലോകത്തിലുള്ളതിനെ കുറിച്ചാണോ? ഈ ലോകത്തിൽ എനിക്ക് പലതും നേടണം, പലതും വാങ്ങണം, പലതും ആയിത്തീരണം, പല പൊസിഷനിലാകണം, ഇതൊക്കെയാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? കർത്താവ് പറയുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? അവിടുന്ന് നമുക്ക് ചുറ്റും വരച്ചിരിക്കുന്ന സർക്കിള്, നമ്മുടെ ടെറിട്ടറി, വി മസ്റ്റ് ബി കണ്ടന്റ് വിത്ത് ദാറ്റ്. അതിൽ കൂടുതൽ അവിടുന്ന് തരുന്നുവെങ്കിൽ ഇറ്റ് ഈസ് ഓക്കേ, ഇറ്റ് ഈസ് ഹിസ് ചോയ്സ്. ദൈവവചനത്തിൽ തന്നെ ഫിലെമോനെ പോലെ, ലുദിയയെ പോലെയൊക്കെയുള്ള അനേക ധനവാന്മാരും ധനവതികളുമായിട്ടുള്ളവരെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചില സാഹചര്യങ്ങൾ തന്നിരിക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് ചില അനുഭവങ്ങൾ തന്നിരിക്കുന്നുവെങ്കിൽ, ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. ദെയർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്.
പക്ഷെ എന്റെ ഹൃദയത്തിൽ പോരാ പോരാ എന്നുള്ള ആഗ്രഹമാണോ, ചിന്തയാണോ? ഹല്ലേലൂയ. ദൈവത്തെ പോലും മാറ്റിവെച്ച്, ദൈവിക വിഷയങ്ങളെ മാറ്റിവെച്ച്, കുടുംബത്തെ മാറ്റിവെച്ച്, കുഞ്ഞുങ്ങളെ മാറ്റിവെച്ച്, കുടുംബ ബന്ധത്തെ, ദാമ്പത്യ ജീവിതത്തെ മാറ്റിവെച്ച് ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വാട്ട് ആർ യു ഗോയിങ് ടു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ്? വാട്ട് ആർ യു ഗോയിങ് ടു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ്? പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ മറന്നു പോകരുത്. അവസാനം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഒന്നും തന്നെ നമുക്ക് പ്രയോജനമായിട്ട് തീരത്തില്ല. മറ്റുള്ളവരുടെ ഇത് പിടിച്ചു പറിക്കുന്നത്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതൊക്കെ നമ്മുടെ ചുളുവില് ചില ക്രൂക്കഡ് വേയിലൂടെ നമ്മുടെ പേരിലാക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ സന്തോഷത്തോടെ അനുഭവിക്കുന്ന പലതും എന്റേതായി തീരണമെന്നുള്ള ആ സീക്രട്ട് ആഗ്രഹം, ഡിസയർ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, I am not content in what God has given me already. കർത്താവ് എനിക്ക് തന്നത് കൊണ്ട് എനിക്ക് തൃപ്തിയുള്ളവനല്ല എന്ന് ഞാനത് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Praise God. 1 തീമോത്തി 6:10 പറയുന്നു, 1 Timothy chapter 6 verse 10 പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം, covetousness, love of money is the root of every evil. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ലോകത്തോടുള്ള ആർത്തി, അഭിനിവേശം എന്ന് പറയുന്നത് സകലവിധ ദോഷത്തിന്റെയും കാരണമാണ്, റൂട്ടതാ. അവിടെ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയും, ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നെന്ന് അവിടെ വായിച്ചിരിക്കുന്നത്. ലോകത്തോടുള്ള ആർത്തി ദൈവകരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കപ്പെടുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ദൈവജനത്തോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാൻ പലപ്പോഴും നമുക്ക് കഴിയാത്തത് എന്താണ്? പുറത്ത് പറയുവാൻ തോന്നും പലതും നമ്മൾ മടിച്ചുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് മാറ്റിവെക്കാമെന്ന പലതും നമ്മൾ മാറ്റിവെക്കുന്നില്ല എന്നുള്ളതാ സത്യം. സഹോദരങ്ങളെ, നമുക്ക് മാറ്റിവെക്കാമെന്ന പലതും ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി മുൻപിട്ട് ഇറങ്ങുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമുക്ക് സാഹചര്യം ഒരുക്കി തരുമ്പോൾ, അതിനുള്ള അവസരം നമുക്ക് ലഭിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു വരാതിരിക്കുന്നത് മറ്റു ചിലതിന്റെ പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട്. ഇതിൽ പലതും നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ മാറ്റിവെക്കുന്നില്ല. തിങ്കിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു അച്ചീവ് സംതിങ്, നമ്മൾ ചിലത് നേടുമെന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക അല്ലേ? നമ്മളൊക്കെ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു, ഒരു 2000 പൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെയാണ്. ഞാൻ ഇനി ഓവർടൈം ചെയ്യുന്നവരോടുള്ള ഇതല്ല പറയുന്നത്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾക്കറിയാം. ഐ എം നോട്ട് ദെയർ ടു കണ്ടം ഓർ ജഡ്ജ് എനിബഡി. ഞാനൊരു ജനറൽ ഫിനോമിനയാണ് സംസാരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു 2000 പൗണ്ട് എൻ്റെ ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ റെസ്റ്റ് ആയിട്ടിരിക്കും. എൻ്റെ ഭാര്യ പണ്ടെന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2000 മാറി 2000 വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എൻ്റെ വൈഫിനെ കുറിച്ച് അല്ല പറഞ്ഞത്, ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആ 2000 മാറിയിട്ട് നമുക്കത് 5000 ആയി. കാരണം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിയല്ലോ. 5000 ക്രോസ് ചെയ്തു. ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. അത് പിന്നെ 10,000 നമ്മൾ ലിമിറ്റിലൊക്കെ ആക്കി. 10,000 ആയിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സിലൊരു നിശ്ചയം അങ്ങ് വെക്കുക. ഒരു 10,000 പൗണ്ട് എനിക്ക് സേവിങ്സ് അക്കൗണ്ടിലുണ്ടെങ്കിൽ, ഒരു 10 ലക്ഷം രൂപ സേവിങ്സ് അക്കൗണ്ടിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു അത്യാവശ്യം ഉണ്ടായി ആ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റും ഒക്കെ ആയിട്ട് ഓക്കെ. 10,000 കഴിഞ്ഞു, നമ്മൾ നിൽക്കുന്നുണ്ടോ? പക്ഷെ അതിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യത്തിലുള്ള കൂട്ടായ്മ, കുടുംബത്തിലെ ഫെലോഷിപ്പ്, കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കേണ്ട സമയം, ഭർത്താവിനോട് കൂടെ ഇരിക്കേണ്ട സമയം, ഭാര്യയോട് കൂടെ ഇരിക്കേണ്ട സമയം. ഹല്ലേലൂയ. അത് കവർന്നിട്ടാണ് ഇതിന്റെ പിന്നാലെ നമ്മൾ ഓടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഓടുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ശാന്തമായിരുന്നൊന്ന് ചിന്തിക്കുക. വാട്ട് ആർ യു ഗോയിങ് ടു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ്? യു ആർ ഡിസ്ട്രോയിങ് യുവർ ഓൺ ലൈഫ്. യു ആർ ഡിസ്ട്രോയിങ് യുവർ ഓൺ ബ്ലെസ്സിങ്സ്. നിനക്ക് ദൈവം തന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ നീ നശിപ്പിക്കുകയാണ്. ഈ ഓടി അധ്വാനിച്ചൊരു 65 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കാമെന്ന് എന്തിനായിരിക്കുന്നത്? സഹോദര സഹോദരി, അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് 10, 30, 40 വയസ്സായി അവർ വീട് വിട്ടു, അവർ വേറെ രീതിയിൽ പോയി. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇവിടെ മുമ്പേ കേട്ടതുപോലെ ഇബ്രാഹിം ലേഖനം 13:5 കേട്ടതുപോലെ ഉള്ളത് മതി. അത് മാത്രമല്ല അവിടെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇറ്റ് ഇസ് എ പ്രോമിസ്. നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി എന്തെങ്കിലും ഒന്ന് നിനക്കില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിന്റെ ആവശ്യം വരുന്ന സമയത്ത് കർത്താവ് നിനക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് അതിന്റെ അർത്ഥം.
കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ നാമത്തിൽ ചില നഷ്ടങ്ങൾ ഇന്ന് സഹിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിയുടെ ജീവിതം ഒരിക്കലും നഷ്ടത്തിൽ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നീ ഓടി നേടുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ ആവശ്യത്തിന്റെ സമയത്ത് അതിനേക്കാൾ എത്രയോ കൂടുതൽ തന്ന് നിന്നെ സഹായിപ്പാൻ തക്കോണം ഈ കർത്താവ് കഴിയും. അതാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എബ്രായ ലേഖനം 13:5, Hebrews 13:5. സഹോദരങ്ങളെ, മറന്നു പോകരുത്. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഭാര്യ പറയുന്നുണ്ട് ഭർത്താവിന് സമയമില്ലെന്ന് എന്റെ കൂടെ ഇരിക്കാൻ. ഭർത്താവിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ അവൾക്ക് എപ്പോഴും ഡ്യൂട്ടി, അല്ലെങ്കിൽ അവൾക്ക് എപ്പോഴും മറ്റു പല കാര്യങ്ങളാണ്. എന്റെ കൂടെ ഇരിക്കാൻ അവൾക്ക് സമയമില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചർച്ചയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്, എക്സാമിൻ യുവർസെൽഫ് ആൻഡ് കം ടു ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപയിലേക്ക് മടങ്ങുക. നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിലേക്ക് മടങ്ങുക. കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക, കർത്താവിന്റെ വാക്കിൽ വിശ്വസിക്കുക. അവിടെ നമ്മളെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിഗ്രഹാരാധനയായ അത്യാഗ്രഹത്തെ കവറ്റസ്നെസ്സിനെ ഐഡോലട്രി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കവറ്റസ്നെസ് അല്ലെങ്കിൽ ഗ്രീഡ് എന്ന് പറയുന്ന ഐഡോലട്രി വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ധനത്തെ ആഗ്രഹിക്കുമ്പോൾ ധനത്തെ നമ്മൾ ആരാധിക്കുകയാണ്. സുഖസൗകര്യങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഓടുമ്പോൾ നമ്മൾ അതിനെ ആരാധിക്കുകയാണ്. നമ്മൾ എന്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുവോ, ദൈവത്തെക്കാൾ അധികമായി എന്തിന്റെ പിന്നാലെ ഓടുന്നുവോ, നാം ദൈവം ഇരിക്കുന്നിടത്ത് അതിനെ വെക്കുകയാണ്. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അത് വിഗ്രഹാരാധനയായി മാറുന്നത്. കൊലോസ്യരോട് പറയുകയാണ്, അതിനെ നിങ്ങൾ വിട്ടൊഴിയണം. ദൈവവചനത്തിൽ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ സത്യം മനസ്സിലാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പിശാച് നമ്മളെ തകർക്കുവാനാണ് ശ്രമിക്കുന്നത്. ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കാതെ വണ്ണം ദൈവസന്നിധിയിൽ നമ്മൾ കൈവിടപ്പെടുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ സ്വസ്ഥത കവർന്നെടുക്കുവാനാണ് പിശാച് നോക്കുന്നത്. നമ്മുടെ സമാധാനം കവർന്നെടുക്കുവാനാണ് പിശാച് നോക്കുന്നത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പിള്ളേരെ പിടുത്തക്കാർ കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്നറിയാമോ? ചോക്ലേറ്റ് കാണിച്ച്. പിള്ളേരെ പിടുത്തക്കാരെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നാട്ടിൽ, കുഞ്ഞുങ്ങൾക്കറിയാമോ? അവർ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് ചോക്ലേറ്റ് കാണിച്ച. പക്ഷെ ഈ കുഞ്ഞ് ചോക്ലേറ്റിന്റെ നേർക്ക് കൈ ചൂണ്ടുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാക്കുന്നില്ല, മൈ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എൻഡിങ് ഹിയർ. അത് മാത്രമല്ല, ഈ ചോക്ലേറ്റ് നീട്ടിയവന്റെ കയ്യിലിരിപ്പ് എന്താണെന്നോ അവന്റെ ഹൃദയത്തിലെ ഉദ്ദേശം എന്തോ എന്ന് അറിയത്തില്ല. അനേക ദൈവമക്കളെ ലോകത്തിന്റെ ചോക്ലേറ്റ് കാണിച്ച് പിശാച് വശീകരിക്കുക. സുഖം, സൗഭാഗ്യങ്ങള്, എന്റർടൈൻമെന്റ്സ്, ഈ ലോകത്തിലെ പേരും പെരുമയും, ജോലി സ്ഥലത്തെ ഉന്നതി, പ്രൊമോഷൻസ്, ഇതൊക്കെ കാണിച്ച് ഇതൊക്കെ വെറും ചോക്ലേറ്റുകൾ മാത്രമാണ്. കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ്. എല്ലാ ദിവസവും ഒന്ന് ചോക്ലേറ്റ് കഴിച്ചു നോക്കി എന്തായിത്തീരും നമ്മൾ? എന്തായിത്തീരും? എല്ലാ ദിവസവും ചോക്ലേറ്റും ഐസ്ക്രീമും ഒരാൾ കഴിക്കുകയാണെങ്കിൽ എങ്ങനെയാവും? ഒബീസ് ആയിത്തീരും, അല്ലേ? ഹെൽത്ത് നമ്മുടെ പോകും, നമ്മൾ ഡിസ്ട്രോയിഡ് ആകും. വി ആർ ഡിസ്ട്രോയിങ് ഇറ്റ് just by eating the things which we are fond of. അതുപോലെ തന്നെ ഈ ലോകത്തിലെ പിശാച് കാണിക്കുന്ന ചോക്ലേറ്റുകൾ, പിശാച് തരുന്ന സുഖങ്ങൾ അനുഭവിച്ച് ലാസ്റ്റ് നമ്മൾ ഡിസ്ട്രോയിഡ് ആണ്. നമ്മളത് അറിയുന്നില്ല. കർത്താവിന്റെ വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ, he is in bonds, he is a prisoner now, but what is he saying? താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും എനിക്കറിയാം. He is content whether he is humbled or whether he is exalted, doesn't make any difference. താഴ്ചയിലവനായിക്കൊള്ളട്ടെ, ഉന്നതിയിൽ സമൃദ്ധിയിലായിക്കൊള്ളട്ടെ, it doesn't make a difference. താഴ്ചയിലിരിക്കുമ്പോൾ ഇത് കരയുകയും സമൃദ്ധിയിലേക്ക് വരുമ്പോൾ ചിരിക്കുകയും ചെയ്യുന്നവനല്ല. താഴ്ച വന്നാലും സമൃദ്ധി വന്നാലും അവനൊരു കാര്യം അറിയാം, ചില നാളുകൾ കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്ന് പോകേണ്ടവനാണ്. എന്റെ നാടിവിടെ അല്ല. ഹല്ലേലൂയ. ഞാൻ വലിയവനെന്ന് പറയുവെന്നെ കൊണ്ട് എനിക്ക് എന്ത് കഴിയും? നാട്ടിൽ പല പ്രിയപ്പെട്ടവര്, വയനാടിന്റെ ഒക്കെ ആ വലിയ ട്രാജഡി നമുക്കറിയാം. അതിലൂടെ കടന്നു പോകുന്ന, ആ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ച് നമുക്കറിയാം. അതിനകത്തൊക്കെ എത്രയോ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ നെയ്തവരുണ്ടായിരുന്നു, അല്ലേ? അവരൊക്കെ സംസാരിച്ചിട്ട് ചിലരൊക്കെ ഇത് കേട്ടിരിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, വെളിയിലൊക്കെ പഠിക്കുവാൻ പോയ മക്കളോട് കാര്യം പറഞ്ഞ്, ഗുഡ് നൈറ്റും പറഞ്ഞ്, ചിലർ പറഞ്ഞു സ്വീറ്റ് കിസ്സും പറഞ്ഞ്, അതെല്ലാം പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുമ്പോൾ they never thought
They never thought the next day is no more there. അടുത്ത ദിവസം അവരുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചില്ല ഉറങ്ങാൻ കിടന്നപ്പോൾ. അല്ലേ? നിങ്ങളൊക്കെ ഒത്തിരി അത് കാണുന്നതല്ലേ സോഷ്യൽ മീഡിയയ്ക്കകത്ത്? ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറീസ്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്ന കാണുന്നില്ലേ? അതൊക്കെ മനസ്സ് തകർക്കുന്ന, ചങ്ക് തകർക്കുന്ന അനുഭവങ്ങളല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലയോ, ഹ്യൂമൻ ലൈഫ് ഈസ് സോ എംപ്റ്റി ആൻഡ് ഹോളോ. ജീവിതത്തിൽ ഒന്നുമില്ല സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നുമില്ല. ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ കൂട്ടായ്മ ആചരിച്ച് നമ്മൾ മടങ്ങിപ്പോകുന്നു. നാളത്തെ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ നമുക്കറിയില്ല. അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ വചനം ജ്ഞാനി എന്ന് വിളിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ പറയുക, താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. I am trained, I am instructed to go through any situations in my life. ഇത് ദൈവം പഠിപ്പിച്ചതാണ് കേട്ടോ. ദൈവം പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവം പഠിപ്പിച്ചു തരുന്നത് നമുക്ക്. നമ്മളെ ട്രെയിൻ ചെയ്യുന്നതാണ് ദൈവം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും വിഷമമൊന്നുമില്ല. ആരും എനിക്ക് ഭക്ഷണം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആരും എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആരും എന്നോട് ചിരിച്ചു കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആരും എന്നെ അപ്പോസ്തലൻ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതെല്ലാം ശീലിച്ചിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ആം നോട്ട് എ പേഴ്സൺ ഫോർ ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. ഈ ലോക ജീവിതം ക്ഷണികമാണെന്ന് അറിയാം. ഡെവിൾ കനോട്ട് ഫൂൾ മീ. പിശാചിനെ വഞ്ചിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കറിയാം, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതം തീരും. കഴിഞ്ഞ 30 വർഷം എത്ര പെട്ടെന്നാ പോയത് സഹോദരങ്ങളെ. കഴിഞ്ഞ 50 വർഷം എത്ര പെട്ടെന്നാ പോയത്. ഇനി അടുത്തൊരു 30 വർഷം പോകാൻ എത്ര സമയം വേണം പറഞ്ഞേ. ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്യൂ ഇയേഴ്സ് എഗോ അവരൊക്കെ ബേബി സീറ്റിൽ അവരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതല്ലേ അല്ലേ? ചെറിയ പിള്ള തൊട്ടിലാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കിടത്തിട്ടുള്ളത്. ഇപ്പോഴും അവർ അവിടെ ഇരിക്കുന്നു. They are going to get married now. Time is so fast. It is running so fast. It's flying. സമയം തീർന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളോ തയ്യാറാകുന്നില്ല. നമ്മൾ പിന്നെയും ഈ ലോകത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഓടി 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 എത്തുവാനിച്ച് അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള പലരും ഇന്ന് ഗ്രാൻഡ്മദേഴ്സായി അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവരൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ഇപ്പൊ അതേ കുട്ടികള് നമ്മുടെ കൂടെ പഠിച്ചിരിക്കുന്ന നമ്മുടെ കൊളീഗ്സ് ഇന്ന് ഗ്രാൻഡ് പേരൻസ് ആയി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നാളെ നമ്മൾ ഈ ലോകത്തൊന്നും പോകും. ഉറക്കമില്ലാതെ ഓടിയത്, ഭക്ഷണം കഴിക്കാതെ ഓടിയത്, വിശന്ന് ജീവിച്ചത്, കുടുംബത്തോടുകൂടി ഇരിക്കാൻ കഴിയാതെ പോയത്, അതൊക്കെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കുന്ന ഒരു നാൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് പറഞ്ഞാൽ, താഴ്മയിലായാലും അവൻ എനിക്ക് വേണ്ടിയുണ്ട്, സമൃദ്ധിയിൽ വന്നാലും അവൻ എനിക്ക് വേണ്ടിയുണ്ട്, ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും എനിക്ക് വേണ്ടിയുണ്ട്, കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയാലും അവൻ എനിക്കുണ്ട്. കാരണം എന്നെ ശക്തനാക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. എന്റെ ആവശ്യങ്ങൾ എനിക്ക് തുണയായിരിക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. എന്റെ സാഹചര്യങ്ങൾ എന്നെ സഹായിക്കുവാൻ കഴിയുന്നവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ആവശ്യം ഏത് സമയത്ത് വരുന്നുവോ ആ സമയത്ത് ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാർട്ട് ടൈം വർക്കുകളൊക്കെ ചെയ്യുന്നവരല്ലേ? അവരെന്തിനായി പാർട്ട് ടൈം ചെയ്യുന്നതെന്നറിയാം? പാർട്ട് ടൈമിന് വേണ്ടി അവർ മരിക്കുമോ? ഇല്ല. പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് പോക്കറ്റ് മണിയാണ്. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നത് ആരാ? പേരൻസാണ് നടത്തി കൊടുക്കുന്നത് അല്ലേ? ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എൻ്റെ ഫുൾ ടൈം ജോലിയെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് എൻ്റെ പാർട്ട് ടൈം ആയിട്ടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഐ എം എ ഫുൾ ടൈം മിനിസ്റ്റർ. എന്റെ കർത്താവിനെ സേവിക്കുവാൻ തക്കവണ്ണം പൂർണ്ണസമയം വിളിക്കപ്പെട്ടവനാണ് ഞാൻ. പക്ഷെ ഞാൻ ഫുൾ ടൈം ഈ ലോകത്തിന്റെ പേരിൽ ഫുൾ ടൈം ജോലിക്ക് പോവുക എന്ന് പറയുന്നത് എന്റെ കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ ജോലിയെ, ഫുൾ ടൈം ജോലിയെ, എല്ലാവരും ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുമ്പോൾ ആ ജോലിയെ ഞാൻ കാണുന്നത് പാർട്ട് ടൈം ആയിട്ടാണ്. കാരണം എന്നറിയാമോ? എന്റെ ആവശ്യങ്ങളെ നടത്തി തരുന്ന ഒരുവൻ ഉന്നതത്തിലുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ? ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവര് ഒരൊറ്റ മാസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ലക്ഷങ്ങൾ കടമായിട്ട് ഇറങ്ങി വരുന്നത്.
നേടിയതെല്ലാം എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, നമ്മൾ നേടിയിരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് നമ്മളെ സഹായിക്കുവാൻ കഴിയുമെന്ന് ആരെങ്കിലും ഇവിടെ ചിന്തിക്കുന്നുണ്ടോ? Is there anybody here thinking or being deceived that the treasure that you have, the savings that you have can help you and your family in the long run? നമുക്കറിയില്ല. കർത്താവ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ, കർത്താവ് നമുക്ക് തുണ നിന്നില്ലെങ്കിൽ നമ്മുടെ നിക്ഷേപങ്ങളൊന്നും തന്നെ നമ്മെ സഹായിക്കത്തില്ല. ഈ കേട്ട വചനഭാഗത്തു നിന്ന് 3 കാര്യങ്ങളാണ് ഇന്നത്തെ രാത്രി നമുക്ക് കിട്ടിയിരിക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞ് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, വാട്ട് ഈസ് കണ്ടന്റ്മെന്റ്? എന്താണ് സംതൃപ്തി? എന്താണ് സ്വസ്ഥത? ഇറ്റ് ഈസ് നത്തിങ് മോർ ദാൻ സോൾസ് റെസ്റ്റ്. കണ്ടന്റ്മെന്റ് ഈസ് നത്തിങ് മോർ ദാൻ സോൾസ് റെസ്റ്റ്. നമ്മുടെ ആത്മാവിൽ ലഭിക്കുന്ന സ്വസ്ഥതയ്ക്കാണ് തൃപ്തി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനെ നോക്കിക്കേ, അയാൾ ഉറങ്ങാൻ സമയമില്ല. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനെ നോക്കി സുഖമായിട്ട് കിടന്നുറങ്ങും. ഹൃദയത്തിന്റെ അകത്ത്, നമ്മുടെ ആത്മാവിനകത്ത് സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞാൽ അതിനാ തൃപ്തി എന്ന് പറയുന്നത്. നമ്മുടെ അകത്ത് സ്വസ്ഥത കിട്ടിയില്ലെങ്കിൽ, തൃപ്തി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സമ്പന്നനല്ല. ഈ സമ്പന്നൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാം ഉള്ളവരെയല്ല സമ്പന്നൻ എന്ന് പറയുന്നത്. എനിക്ക് നീ കുറച്ചുകൂടെ മതി എന്ന് പറയുന്നവരെയാ സമ്പന്നൻ എന്ന് പറയുന്നത്. കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ആയില്ല, ഒന്നുമായില്ല, ഇനിയും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഓടുന്നവർ സമ്പന്നരല്ല. എന്നാൽ കുറച്ചേ ഉള്ളെങ്കിലും എനിക്ക് ഇത് മതി എന്ന് പറയുന്ന ആളാ സമ്പന്നൻ. അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി, അത് ശരിയല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇറ്റ് ഈസ് നത്തിങ് മോർ ദാൻ സോൾസ് റെസ്റ്റ്. ഒരു ദൈവ മനുഷ്യനായിരുന്ന അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു കോട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ കോട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഓ ലോർഡ്, യു മെയ്ഡ് us for yourself and our hearts are restless until we find you. ദൈവ മനുഷ്യനായിരുന്ന അഗസ്റ്റിന്റെ ഒക്കെ ജീവിതമൊക്കെ ഒന്ന് വായിക്കണം, അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കൊട്ടേഷനായിട്ട് എഴുതിയിരിക്കുക. എന്താണെന്നറിയാമോ? ഓ ലോർഡ്, വി ആർ ക്രിയേറ്റഡ് ഫോർ യുവർസെൽഫ്. അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ആൻഡ് അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ്ലെസ് അൺടിൽ വി ഫൈൻഡ് യു. അങ്ങയെ കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത കിട്ടത്തില്ല. സത്യമല്ലേ? കാരണം എന്താ? ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നെ കേൾക്കുന്ന ദൈവവേദന, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ ഓർക്കണമേ, കർത്താവ് നിന്റെ ഹൃദയത്തിലില്ല, കർത്താവ് നിന്റെ ജീവിതത്തിലില്ല, കർത്താവ് നിന്റെ കുടുംബത്തിലില്ല, കർത്താവ് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലില്ല, കർത്താവ് നിന്റെ സഭയിലില്ല. അതുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്തത്. ഹല്ലേലൂയ. സ്വസ്ഥത, റെസ്റ്റ്, കണ്ടന്റ്മെന്റ് only God can give you. ഈ വേൾഡിന് തരാൻ പറ്റത്തില്ല. ഈ ലോകത്തിന് തരാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് സ്വസ്ഥതയുള്ള ഒത്തിരി മനുഷ്യരെ കാണാൻ നമുക്ക് പറ്റുമായിരുന്നു. തൃപ്തരായ ഒത്തിരി മനുഷ്യരെ കാണാൻ പറ്റുമായിരുന്നു. നമുക്കറിയാമല്ലോ, റെയിൽവേ സ്റ്റേഷനിലൊന്ന് പോയി നിന്നേ, എയർപോർട്ടിലൊന്ന് പോയി നിന്നേ, ബസ് സ്റ്റേഷനിലൊന്ന് പോയി നിന്നേ, വെറുതെ ഇറങ്ങി റോഡിലൊന്ന് നിന്നേ. നടക്കുന്നവരെ കാണുന്നതിൽ ഓടുന്നവരെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും. കാരണം എന്തിനോ വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുക, എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നടക്കാൻ മനുഷ്യൻ മറന്നുപോയി. കാരണം ജീവിതത്തിൽ എവിടെയോ എത്തണമെന്നുള്ള ചിന്തയിൽ ഓട്ടമാണ്. അനേകരി ഓടുന്ന ഓട്ടം തികയ്ക്കാതെ ഈ ലോകത്തുനിന്ന് പോകുന്നുണ്ട്. ചിലർ വീട് വെച്ചിട്ട് നാട്ടിൽ പാല് കാച്ചെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, വീട് വെച്ചിട്ട് പാല് കാച്ചാതെ ഈ ലോകത്തുനിന്ന് വിട്ടുപോകുന്നവരുണ്ടല്ലോ. അധ്വാനിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ വീട് വെച്ചിട്ട് ഒരു രാത്രി അതിനകത്ത് ഉറങ്ങുവാൻ കഴിയാതെ പോയവരുണ്ട് ഈ ഭൂമിയിൽ നിന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 13:5, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേൻ. കർത്താവ് ഇന്ന് എനിക്ക് എന്താണോ തന്നിരിക്കുന്നത്, ഐ ആം കണ്ടന്റ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. കർത്താവ് ആ ടെറിട്ടറി ഇച്ചിരി വലുതാക്കി തരുന്നു, ഐ ആം ഹാപ്പി, നോ പ്രോബ്ലം, സോ ദാറ്റ് ഐ ക്യാൻ ബ്ലെസ് സംബഡി എൽസ് ആസ് വെൽ. മടിയന്മാരാവരുത്. അത് വേറൊരു കാര്യം. തീമോത്തിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വന്തക്കാർക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. എന്റെ കർത്താവ് തന്നതൊക്കെ മതിയെന്ന് പറഞ്ഞ് സുഖമായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ പുതച്ചു കിടന്നുറങ്ങുക. ആ ഉറക്കം പോരാന്ന് വേണ്ടിയിട്ട് രാത്രിയിലും ഉറങ്ങുക, പകലും രാത്രിയും ഒരുപോലെ ഉറങ്ങുക. കർത്താവ് തരുമെന്ന് പറഞ്ഞു, അത് മടിയല്ല. കർത്താവ് പറഞ്ഞ അധ്വാനിക്കാത്തവൻ, ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അധ്വാനിക്കാത്തവൻ തിന്നുകയും വരുന്നത്.
അതിനെക്കുറിച്ചല്ല പറയുന്നത്. മടിയന്മാരെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ശലോമോൻ പറയുന്നുണ്ട്, എന്തോ ഉറുമ്പിനെ നോക്കി പാഠം പഠിക്കാനാ പറയുന്നത്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. തൃപ്തിയില്ലാതെയുള്ള ഓട്ടം, കൂടുതൽ വേണമെന്നുള്ള ഓട്ടം. സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ വളരെ ശക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് കണ്ടന്റ്മെന്റ്? എന്താണ് സംതൃപ്തി എന്ന് പറയുന്നത്? എന്താണ് തൃപ്തി എന്ന് പറയുന്നത്? ഹല്ലേലൂയ! തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ സോളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ റെസ്റ്റാണ്. എനിക്ക് ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ എൻ്റെ ആവശ്യങ്ങൾ അതാത് സമയത്ത്, മക്കളെ കെട്ടിച്ചു വിടേണ്ടവരുണ്ട്, മക്കളെ വിവാഹം കൊടുക്കേണ്ടവരുണ്ട്, അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുവാനുള്ള വഴികൾ ഉണ്ടാക്കേണ്ടവരുണ്ട്. നമ്മളാൽ കഴിയുന്നത് തന്ന ജോലിയിലായിക്കൊള്ളട്ടെ, തന്ന സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ അധ്വാനിക്കുകയാണ്. ദൈവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ദൈവം കഴിഞ്ഞ് നമ്മൾ അധ്വാനിക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വസിക്കുക, എൻ്റെ ആവശ്യങ്ങൾ നടക്കേണ്ട സമയത്ത് കർത്താവ് എനിക്ക് തരും. കാരണം ഞാൻ കർത്താവിനെ മാനിക്കുന്ന വ്യക്തിയാണ്. കർത്താവിനെ മാനിക്കുന്ന ദൈവവചനത്തിൽ പറഞ്ഞു, ഞാൻ എപ്പോഴും കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവരെൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. എപ്പോഴും ഐ സെറ്റ് മൈ ലോർഡ് ബിഫോർ മീ ഓൾവേസ്. ആ ജീവിതം സ്വസ്ഥതയുള്ള ജീവിതം. ആ ജീവിതം, അങ്ങനെ ഒരു ജീവിതമുള്ളവർക്ക് നാളെ ഒരു കലാമിറ്റി, ഒരു അത്യാപത്ത് ഉണ്ടാകുമെന്ന് ഓർത്ത് ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. അവൻ നമ്മുടെ ബോട്ടിലുണ്ട്, അവൻ നമ്മുടെ തോണിയിലുണ്ട്. കാറ്റ് വന്നാലും കോള് വന്നാലും തിരമാലകൾ അടിച്ചുയർന്നാലും ശരി, കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ! പക്ഷേ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനുള്ളിൽ ബോട്ടിനകത്ത് കർത്താവുണ്ടോ? കുടുംബത്തിൽ കർത്താവുണ്ടോ? വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുണ്ടോ? നമ്മൾ ശോധന ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ലോകത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ചുറ്റുപാട് നോക്കിയപ്പോൾ അധ്വാനിക്കുന്നവരെ, ഈ രാവിലെ പോയി വൈകിട്ട് പോയി ജോലി ചെയ്യുന്നവരെ കുറിച്ചല്ല അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ those who labor and heavy laden. ലേബർ എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയ്ക്ക് വേണ്ടി കിടന്ന് അധ്വാനിക്കുന്നവര്, സമാധാനത്തിന് വേണ്ടി. മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി റെസ്റ്റ് എടുക്കാറുണ്ട്. പറയുന്നില്ലേ, ചിലർ പറഞ്ഞില്ലേ, മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷെ മക്കളെ കെട്ടിച്ചു വിട്ടപ്പോൾ റെസ്റ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ മക്കളുടെ മറ്റു പല കാര്യങ്ങളെ കുറിച്ചുള്ളത് ആ ടെൻഷൻ അല്ലേ. അത് കഴിഞ്ഞ് വിചാരിക്കും സേവ് ചെയ്തൊക്കെ പോയി, ഇനിയിപ്പോൾ ഇച്ചിരി റിട്ടയർമെന്റിലേക്ക് ഇച്ചിരി ഒന്ന് കരുതി കഴിഞ്ഞാൽ റെസ്റ്റ് കിട്ടിയിരിക്കും. പക്ഷെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും റെസ്റ്റ് ഇല്ല. കർത്താവ് പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Come to me, all who are laboring and heavy laden, I will give you rest. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാ ദൈവമക്കളെ, സ്വസ്ഥത. ഏത് സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുവാനുള്ള സ്വസ്ഥത. ഈ ലോകത്തിൽ ഒന്ന് നോക്കിക്കേ, കർത്താവിനെ കണ്ട ജനത്തിന് മാത്രമേ സ്വസ്ഥതയുള്ളൂ. ഏതില്ലായ്മയുടെ നടുവിലും അവർക്ക് സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ! നമുക്ക് ആ ശ്രേഷ്ഠവേദിയ അനുഭവം ഉണ്ടാകണം സഹോദരങ്ങളെ. കർത്താവിന് പ്രാധാന്യം കൊടുക്കണം. ദൈവ വിഷയമായി നമ്മൾ സമ്പന്നരാകണം. ഹല്ലേലൂയ! കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം, ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, ഭർത്താവിന് പ്രാധാന്യം കൊടുക്കണം, മക്കൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഈ സമയം എന്നും കിട്ടത്തില്ല. ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കുടുംബം വിട്ടു പോകും. അപ്പോൾ നമ്മൾ ദുഃഖിക്കാൻ ഇടയാവരുത്. അവർ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവരോടുകൂടെ സമയം ചെലവഴിക്കുവാൻ എനിക്കില്ലാതിരുന്നല്ലോ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എപ്പോഴും ഓർക്കണമേ, കർത്താവ് നല്ല ആരോഗ്യം തന്ന സമയം, ജീവിക്കാൻ സമയം തന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാനോ പരസ്പരം ഒന്നിച്ചു കഴിയുവാനോ പരസ്പരം സമയം കൊടുക്കുവാനോ കഴിയത്തില്ലെങ്കിൽ ചില നാളുകൾക്കുള്ളിൽ രണ്ടിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കടന്നു വരുന്ന വേദന ഭയങ്കരമായിരിക്കും. അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു വെളിയിൽ പോകണമെന്ന്, പക്ഷെ ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു. ഇപ്പൊ അവളില്ല. അല്ലെങ്കിൽ അവരൊത്തിരി ആഗ്രഹിക്കുമായിരുന്നു വെളിയിൽ പോകണം, അല്ലെങ്കിൽ ഒന്നിച്ചു പോയി ചില ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമായിരുന്നു, അല്ലെങ്കിൽ പാർക്കിൽ പോയിരിക്കണമായിരുന്നു. പക്ഷെ എൻ്റെ പിടിവാശി, എനിക്ക് എപ്പോഴും അതിന് പോകണം, ഇതിന് പോകണം, ജോലിക്ക് പോകണം, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവനെവിടെ? അവനിവിടില്ലേ? സഹോദര സഹോദരി, ആ കുറ്റബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാവരുത്. നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി വേണം, സ്വസ്ഥത വേണം. നാളെ എൻ്റെ ഭാവിയെ കരുതുവാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ഞാൻ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ! സ്തോത്രം. പ്രോവബ്സിനകത്ത് ദൈവ സദൃശവാക്യങ്ങൾക്കകത്ത് 17:1 പറയുന്നു, കലഹത്തോടുകൂടെ ഒരു വീട് നിറയെ യാമഭോജനത്തിലും സ്വസ്ഥതയോടുകൂടിയ ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. കലഹത്തോടു കൂടെയുള്ള ഒരു വീട്, സ്വസ്ഥതയില്ലാത്ത ഒരു വീട്,
സമാധാനമില്ലാത്തൊരു വീട്. ഇഷ്ടംപോലെ ഫ്രിഡ്ജിൽ സാധനമുണ്ട്, ഫ്രീസറിൽ സാധനമുണ്ട്, സ്റ്റോർ റൂമിൽ സാധനമുണ്ട്, ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. മേശയിലൊക്കെ ഇഷ്ടം പോലെ സാധനം കിടപ്പുണ്ട്. പക്ഷേ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. കർത്താവ് പറയുക, അങ്ങനെ ഒരു വീടിനേക്കാൾ നല്ലത് ഹാഫ് ബ്രെഡേ ഉണ്ടെങ്കിലും സ്വസ്ഥതയുള്ള ഒരു വീടാണ്. ഒരു മുറി ബ്രെഡേ ഉള്ളൂ, സ്വസ്ഥതയോടെ അവർ ഒന്നിച്ചിരുന്ന് അത് മുറിച്ച് അപ്പുറത്തും ഇപ്പുറത്തും, അപ്പുറം ഇവിടെ മുറിച്ച് അവിടെ കൊടുത്ത്, അവിടെ മുറിച്ച് ഇവിടെ കൊടുത്ത് അര ഗ്ലാസ് കടുക്കാൻ വീട്ട് കുടിച്ചു സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ കടന്നുറങ്ങി. കർത്താവ് പറയുന്നത് അതാണ് നല്ലത്. ഈ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങളിൽ എന്തിന്റെങ്കിലും കുറവുണ്ടോ ദൈവമക്കളെ? ജോലിയില്ലേ? ആരോഗ്യമില്ലേ? ബാങ്ക് ബാലൻസ് ഇല്ലേ? പേരിൽ വീടില്ലേ? വീടുകളില്ലേ? എന്തിന്റെ കുറവ് കൊണ്ട് ആ ഭവനത്തിൽ സ്വസ്ഥതയില്ലാത്തത്? ഒറ്റ കുറവാണ്, കർത്താവില്ല. കർത്താവില്ല. യു കനോട്ട് റീപ്ലേസ് ക്രൈസ്റ്റ്. യു കനോട്ട് റീപ്ലേസ് ഗോഡ്. യു കനോട്ട് റീപ്ലേസ് ദ ലോർഡ്. ദൈവത്തെ മാറ്റി നിർത്തി മറ്റൊന്നുകൊണ്ട് സ്വസ്ഥത നേടുവാൻ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കർത്താവ് കടന്നു വന്നാൽ മാത്രമേ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യമാണ്, if you are truly Christ-centered, your life will be content life. You will have contentment in your life if you are Christ-centered. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കണ്ടന്റ്മെന്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിട്ട് സമർപ്പിക്കുക, നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. willfully, humbly submit every area of our life to the Lord. ജീവിതത്തിൽ താഴ്മയോടെ, വിശ്വാസത്തോടെ, കർത്താവിന്റെ വചനത്തിലുള്ള ഉറപ്പോടെ അവിടുത്തെ സന്നിധിയിലേക്ക് താഴ്ത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ജീവിതം നാളെ ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ ജീവിക്കാൻ. മറന്നുപോകരുത് സഹോദരങ്ങളെ, ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. ഈ ജീവിതം നാളെ ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പറയരുത് പോസിറ്റീവ് തിങ്കിങ് അല്ലത്. ഐ ഡോണ്ട് കെയർ വാട്ട് ഈസ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി ജീവിച്ച ഒത്തിരി കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് എന്റെ ജീവിതം മുഴുവൻ നെഗറ്റീവ് ആയിരുന്നു. എന്ന് എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ വന്നു, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്റെ ഹൃദയം സമർപ്പിച്ചോ, അന്ന് മുതൽ എന്റെ ലൈഫ് പോസിറ്റീവ് ആകാൻ തുടങ്ങിയത്. അല്ലേ? നമ്മൾ നെഗറ്റീവ് ചിന്തിക്കും, കാണുന്നവരെ എല്ലാം നെഗറ്റീവിലാക്കുകയും ചെയ്യും. അല്ലേ? നമുക്ക് പേടിയാ മറ്റുള്ളവരെ പേടിപ്പിക്കുകയും ചെയ്യും നമ്മൾ. അല്ലേ? ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്താം. നമ്പർ 1, what is contentment? It is nothing less than, nothing more than soul's rest. 2, why do we need contentment? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത വേണം? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തൃപ്തി വേണം? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, താഴ്മയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? എക്ലേസിയാസ്റ്റിസ് സഭാപ്രസംഗി 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അത് മായയാത്രേ. അല്ലേ? എത്ര മനോഹരമായിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ഐശ്വര്യം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അത് മായയാണ്. ഇറ്റ് ഇസ് എ വെയിൻ. ഇറ്റ് ഇസ് എ വെയിൻ. The lover of silver, he gets more silver. At the same time, the lover of pleasure, he gets more pleasure. They are not content in life. It's a vanity. അതാ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ ഇതൊരു സത്യമാണല്ലേ? സമാധാനമില്ലാത്ത ജീവിതമാണ്. എല്ലാം ഈ ലോകത്തിലെ എന്തെല്ലാം കിട്ടിയാലും അതിനോട് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന ഒരു സമാധാനമുണ്ട്. There is a peace that world can give you, but the Lord's peace is not like what the world gives. ക്രിസ്തു തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനമല്ല. ക്രിസ്തു തരുന്ന സമാധാനം മുമ്പേ നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ സമാധാനമാണ് ഇരിക്കും. നമുക്കറിയാമല്ലോ, ലൈബ്രറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളുകളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാൻ കിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ബുക്സ് കിട്ടും. എന്താണെന്നറിയാമോ? സെൽഫ് ഹെൽപ്പ് ആൻഡ് വെൽബീയിങ്. വെൽബീയിങ് എന്നൊക്കെ പറഞ്ഞ് വലിയ ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ വെൽബീയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പരിപാടികളാണ്. വെൽബീയിങ് പുസ്തകങ്ങളുണ്ട്, വെൽബീയിങ് ആർട്ടിക്കിൾസ് ഉണ്ട്, വെൽബീയിങ്ങിന്റെ മെറ്റീരിയൽസ് ഉണ്ട്, സോ മെനി തിങ്സ് ഉണ്ട്. സെൽഫ് ഹെൽപ്പ് ആൻഡ് വെൽബീയിങ്, ഹൗ ടു ഇൻക്രീസ് ഓർ ഹൗ ടു ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്, how to advance your personality,
How to increase your income? How can you improve your personal qualities? How can you increase your comfort? ഇതൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കഷ്ടം എന്താണെന്ന് അറിയാമോ? ഇത് എഴുതിയ പലർക്കും ഇതൊന്നുമില്ല. അതാ സത്യം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ ഈ ലിസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഫെയ്ത്തുകാരും അങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. റോങ് ഫെയ്ത്ത് ഉണ്ടല്ലോ, റോങ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്നുള്ള വാക്കിനെ റോങ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഫെയ്ത്ത് ബുക്കുകളുണ്ട് ഇന്ന് ഒത്തിരി. അതും ഇതൊക്കെ ഈ ലോകത്തിലുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഭയത്തെ എങ്ങനെ മാറ്റാൻ പറ്റും, പേഴ്സണാലിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഉച്ചത്തിലാക്കാൻ പറ്റും. അത് എഴുതിയ പലരുടെയും കുടുംബ ബന്ധം തകർന്ന് തരിപ്പണമായി ഡിവോഴ്സും കഴിഞ്ഞിരിക്കുക. എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റും കേട്ടോ, ഞാൻ പക്ഷെ പേര് പറയുന്നില്ല. ഒരിക്കലും പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയാറില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം പലരുടെയും ജീവിതം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തിയുണ്ടോ? ഇല്ല. അതാണിപ്പോൾ നമ്മുടെ സദൃശവാക്യത്തിൽ വായിച്ചത്. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയൻ ഐശ്വര്യം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചു, ഈ ബുക്കുകളൊക്കെ വായിച്ച് അതൊക്കെ അപ്ലൈ ചെയ്ത് ഇതൊക്കെ കിട്ടിയെന്ന് വെച്ചു, പെട്ടെന്ന് ജോലി പോയി കഴിഞ്ഞാലോ, പെട്ടെന്ന് ഹെൽത്ത് ഇല്ലാതായി വന്നാലോ, സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ കർത്താവ് തരുന്ന സ്വസ്ഥത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് അപ്പോസ്തലൻ പറഞ്ഞ താഴ്മയിലിരുന്നാലും സമൃദ്ധിയിലിരുന്നാലും ഞാൻ തൃപ്തനാണ്. നമുക്കതല്ലേ വേണ്ട സഹോദരങ്ങളെ. ഹല്ലേലൂയ. സൗന്ദര്യം കണ്ടൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് വെച്ചു. എന്തിനാ മോനെ നീ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ അവൾക്ക് നല്ല സൗന്ദര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഓക്കെ, വെരി ഗുഡ്, ഗുഡ്. പക്ഷെ നാളെ അവളുടെ സൗന്ദര്യം ഇല്ലാതായ നീ എന്തോ ചെയ്യും? നീ അവളെ സ്നേഹിക്കും. ചില പെൺകുട്ടികളോട് ചോദിച്ചാൽ, നീ എന്തിനാ മോളെ ഈ കാണാൻ കൊള്ളാത്ത ആ ചെറുക്കൻ്റെ പിന്നാലെ പോയത്? അവനെ എന്ത് കണ്ടിട്ടാ നീ അവനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്? അത് എനിക്ക് ആ സൗന്ദര്യമൊന്നും വിഷയമല്ല, പക്ഷെ ഇഷ്ടം പോലെ പണമാണ്, അത് ഉദ്ദേശിച്ചാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. പക്ഷെ നാളെ അവൻ്റെ പണം ഇല്ലാതായാലോ? തീർന്നോ കുടുംബബന്ധത്തിന്റെ? ചിലർ പറയും, അവന്റെ വിദ്യാഭ്യാസം കണ്ടിട്ടാണ് ഞാൻ അവനെ സ്നേഹിച്ചത്, നാളെ ജോലിക്ക് പോകാൻ കഴിയാതെ കട്ടിലെ കിടപ്പിലായാലോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, തൃപ്തി, സ്വസ്ഥത ഈ ലോകത്തിൽ നമ്മൾ ഈ കാണുന്ന ഒന്നിനും തരാൻ പറ്റത്തില്ല. കർത്താവിന് മാത്രമേ തരാൻ പറ്റൂ. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. If you lose your job still, if you lose your health still, if you lose everything that physically you have still, you will have peace in your heart, provided that peace has come from God. ദൈവം തന്നതാണ്. അതിൻ്റെ റിസോഴ്സസ് ദൈവത്തിൽ നിന്നാണ് വന്നതെങ്കിൽ അത് ഇറ്റേണലായിരിക്കും. ഈ ലോകത്തിൽ നിന്നാണ് വന്നതെങ്കിൽ അതൊക്കെ നിന്ന് പോകും. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. Here is a man who achieved a lot in his world, but I have seen the last words in his diary. ഒരു മനുഷ്യന്റെ ലാസ്റ്റ് വേർഡ്സ്, ഒരു വലിയ ഈ ലോകത്തിലുള്ള ഒരു വലിയ റിച്ച് മാൻ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ഡയറിക്കകത്ത് ഏറ്റവും അവസാനം എഴുതിയ വാക്കാണ്. അത് വായിക്കാൻ എനിക്കിടയായി. ഞാൻ അത് എഴുതിയതാണ്. എന്താണെന്നറിയാമോ? ഐ ഹാവ് കവറ്റഡ് എവരിത്തിങ്, ടേക്കൺ പ്ലഷർ ഇൻ നത്തിങ്. ഐ ഹാവ് കവറ്റഡ് എവരിത്തിങ് ബട്ട് ടേക്കൺ പ്ലഷർ ഇൻ നത്തിങ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി നേടി, പക്ഷെ ഒന്നിലും സന്തോഷം കണ്ടില്ല, ഒന്നും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തൊരു സാഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഞാൻ ഒത്തിരി നേടി, പക്ഷെ ഒന്നും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ പരിചയപ്പെട്ട പലരും ഉണ്ട്. ഇന്ന് ചിലരൊന്നും ഈ ലോകത്തിലില്ല. അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരോടൊക്കെ സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ചില കാര്യങ്ങളോടൊന്നും എനിക്ക് ഇതെല്ലാം പ്ലാനുകളാണ്. ഇന്ന് അവരൊന്നും ഈ ഭൂമിയിലില്ല. അവർ ചിലരൊക്കെ, ഞാൻ ഒത്തിരി ഓടി ഒത്തിരി അധ്വാനിച്ചു, പക്ഷെ അതൊന്നും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഈ ഓടി അധ്വാനിച്ച് ഈ നേടി അധ്വാനിക്കുന്ന പലതും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പലരും ജോലിക്ക് പോകാനുള്ള തിരക്കം കൊണ്ട് നിന്നുകൊണ്ടാണ് കഴിക്കുന്നത്. ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു തരുന്നത് അല്ലേ? എന്തിനാ ഓടുന്നത്? ജോലിക്ക് വേണ്ടി. ഈ ആഹാരത്തിന് വേണ്ടിയാണ് ഓടുന്നത്. ഈ ആഹാരത്തിന് വേണ്ടിയാണ് ഓടുന്നത്. പക്ഷേ ആഹാരത്തിന് ഇരുന്ന് തിന്നുവാനുള്ള സമയമില്ല. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എല്ലാവരുടെ കൂടി ഇരുന്ന് തിന്നാനുള്ള സമയമില്ല. ഓട്ടമാണ്. ഓട്ടത്തിനിടയ്ക്ക് വിശപ്പിന് വേണ്ടി എന്തോ ചെയ്യുന്നത് അറിയാമോ? ഒരു കൈ കൊണ്ട് ഈ ടോസ്റ്റ് കടിച്ച് തിന്നുക, ബ്രെഡ് കടിച്ച് തിന്നുക, മറ്റേ കൈ കൊണ്ട് ചായ കുടിക്കുക. എന്താ? സമയം പോകുന്നു, സമയം പോകുന്നു.
തിരിച്ചു വന്നാലും അത് തന്നെ. എന്തിനു നീ ഓടും? എന്തിനു നീ അധ്വാനിക്കുക? സ്വസ്ഥത നിനക്കില്ലെങ്കിൽ, കഷ്ടപ്പെട്ട് നേടിയത് അനുഭവിക്കുവാൻ കൊണ്ട് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നീ കഷ്ടപ്പെട്ട് നേടുന്നത് എന്തിന്? ഇന്ന് നോക്കിയേ, more health materials, more medical cares and more medical centers, medical insurances, technology, medicines, infrastructures. ഇന്ന് നോക്കിയ ലോകത്ത് നോക്കിയ എല്ലാം ഉണ്ടല്ലേ? മെഡിക്കൽ സയൻസ് ഒക്കെ എത്രമാത്രം ഇംപ്രൂവ്ഡ് ആണ്. അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, വെരി ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രെയിനി ആയിട്ടുള്ള പ്രൊഫഷണൽസ്, എവറിത്തിങ് ഈസ് ദെയർ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? 20th and 20th century has seen more mental patients than any of the previous centuries. 20-21 നൂറ്റാണ്ടുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മെന്റൽ ഇൽനസ്, മാനസിക രോഗികൾ, അതിന്റെ എണ്ണം മറ്റൊരു സെഞ്ചുറീസിലും ഒരു നൂറ്റാണ്ടുകളിലും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഉണ്ട്, എല്ലാം വർദ്ധിച്ചു, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, എല്ലാത്തിനും വഴികളുണ്ടെന്ന് പറയുന്നു, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അതിനുള്ള ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ പ്രൊഫഷണൽസ് ഉണ്ട്, അതിനുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, മെഡിക്കെയറുകളുണ്ട്, മെഡിസിൻസ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസുകളുണ്ട്. എല്ലാം 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 ഉണ്ടായിട്ടും രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, മെന്റൽ പേഷ്യൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, പ്രാന്താശുപത്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് വറീസ്, അതൃപ്തി, വറി, ടെൻഷൻ, വിചാരപ്പെടുകയാണ്. കർത്താവിന്റെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, ഡോണ്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. 25 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ, 34 വരെയുള്ള വാക്യങ്ങൾ, വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്. പക്ഷികളെ നോക്കാൻ പറയുന്നു, വയലിലെ ചെടികളെ നോക്കാൻ പറയുന്നു. എന്നിട്ട് മനുഷ്യനോട് പറയുകയാണ്, ഇതിനേക്കാളൊക്കെ ബുദ്ധിയുള്ള നിന്നോട് പറയുക, നീ വിചാരപ്പെടരുത്. സ്വർഗസ്ഥനായ നിന്റെ പിതാവ് നിന്റെ ആവശ്യങ്ങളൊക്കെ അറിയുന്നു. അതുകൊണ്ട് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് ചേർക്കപ്പെടും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുന്നത്. അതിനിടയ്ക്ക് ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ദൈവത്തെ അറിയാത്തവരാണ് ഇതിന്റെ പിന്നിലേക്ക് ഓടുന്നത്, ഇതിന്റെ പിന്നാലെ ഓടി ജീവിതം കളയുന്നത്. എന്നാൽ കർത്താവിനാൽ വിളിക്കപ്പെട്ടവർ, ദൈവത്തെ പിതാവെന്ന് വിളിച്ച് ദൈവത്തിന്റെ മക്കളായി തീർന്ന നിങ്ങൾ, അവരെ പോലെ പിതാവില്ലാത്ത, ദൈവമില്ലാത്ത അനാഥരെ പോലെ ബിഹേവ് ചെയ്യരുത്. വറി. അനേകർ സ്ട്രെസ്സിലാണ്, അനേകർ പാനിക്കിംഗ് മോഡിലാണ്. എന്തോ പാനിക് അറ്റാക്കിലാണ്. ആവശ്യമില്ലാത്ത സ്ട്രെസ് കയറി എന്തിന്? 25 വർഷം കഴിഞ്ഞ് സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലേ? പലരുടെയും ചിന്തയാണ്, നാളെ കുഞ്ഞുങ്ങളെ എങ്ങനെ കെട്ടിച്ചുവിടും, നാളെ അവരെ എങ്ങനെ പഠിപ്പിക്കും. അതിന് സ്റ്റിൽ ടൈം. നീ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നീ ദൈവത്തെ അന്വേഷിക്കുക. ആദ്യം ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പുവരുത്തുക. നിന്റെ കുടുംബത്തിൽ കർത്താവുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കർത്താവ് നിന്നെ വിളിച്ച വിളിയിൽ വിശ്വസ്തയോടെ നീ നിൽക്കുക. അങ്ങനെ നിന്ന് ഒരു വ്യക്തി പോലും നിന്ദിക്കപ്പെടുവാനോ നാണിക്കപ്പെടുവാനോ മറ്റുള്ളവർക്ക് ലജ്ജിക്കുവാനോ കർത്താവ് കൈവിടത്തില്ല. ദാവീദ് പറയുന്നുണ്ട്, ഒന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടൊന്നും നോക്കിയേ, കർത്താവിനെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് ഒരൊറ്റ വ്യക്തി പോലും നിന്ദിക്കപ്പെടുവാനും പരിഹസിക്കപ്പെടുവാനും തരം താഴ്ത്തപ്പെടുവാനും ദൈവം അനുവദിക്കത്തില്ല. Guaranteed. You can put a stamp there. Guaranteed by Jesus. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ ദൈവമക്കളെ. ലാസ്റ്റ് പോയിന്റ് പറയുന്നു, ഹൗ ഡു വി ഗെറ്റ് കണ്ടന്റ്മെന്റ്? ഈ തൃപ്തി എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം? ഈ തൃപ്തി എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം? 3 കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ശീലിച്ചിരിക്കുന്നു, ഞാൻ പഠിച്ചിരിക്കുന്നു. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ആരാ പഠിപ്പിച്ചത്? കർത്താവ് പഠിപ്പിച്ചു. അപ്പൊ നമ്മളെ കർത്താവ് ഇത് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് അറ്റൈൻ ചെയ്യുവാനായിട്ട് പറ്റൂ. സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിന്റെ മധ്യത്തിൽ, ജോലി സ്ഥലത്ത്, എല്ലാവരും നഴ്സിംഗ് സ്റ്റേഷനിൽ ഒന്നിച്ചു കൂടുമ്പോൾ അനേകർ സ്വസ്ഥതയില്ലാത്ത വാക്കുകൾ, തൃപ്തിയില്ലാത്ത വാക്കുകൾ, ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ അവരുടെ മധ്യത്തിൽ ലൈറ്റ് വെളിച്ചം കൊടുക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ, സഹോദര നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിന്റെ വർക്ക് സ്റ്റേഷനിലായിക്കോട്ടെ, ഓഫീസ് ജോലിയിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റി കോളേജിൽ എവിടെയും ആയിക്കൊള്ളട്ടെ,
സഭയിലായിക്കൊള്ളട്ടെ, സഭയ്ക്ക് പുറത്തായിക്കൊള്ളട്ടെ, മറ്റു കുടുംബ ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, കൂട്ടുകാരുടെ മധ്യത്തിലായിക്കൊള്ളട്ടെ, പിശാച് നെഗറ്റിവിറ്റി കൊണ്ടുവരുമ്പോൾ അതിന്റെ മധ്യത്തിൽ വെളിച്ചം കൊടുക്കുവാൻ നിനക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി ട്രെയിൻഡ് ബൈ ഗോഡ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കണം, ദൈവത്താൽ അഭ്യസിപ്പിക്കപ്പെട്ടിരിക്കണം. നമ്പർ 1, കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്സ് പ്രൊവിഷൻ. ദൈവം എന്നെ നടത്തുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ. ഞാൻ പെട്ടെന്ന് അധികം സമയം എടുക്കാതെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തുകയാണ്. റോമാലേഖനം 8-28 വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. Everything works together for good for those who are called according to his purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. This is a great promise from the Lord. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം സ്നേഹിക്കുന്നവർക്ക് നല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം സ്നേഹിക്കുന്നു പറഞ്ഞാൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് 15-23 വാക്യങ്ങൾ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവന്റെ കൽപ്പനകൾ അനുസരിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിഡന്റ് ആയിരിക്കണം. നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. പെന്തിക്കോസുകാരായെന്ന് പറഞ്ഞുകൊണ്ടോ റിഡീംഡ് ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ ജീവിതം കണ്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം, നമുക്കും അറിയണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന്. കർത്താവ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. താഴ്മയായിക്കൊണ്ട് ഊർച്ചയായിക്കൊണ്ട് എല്ലാം ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഫോർ അവർ ഗുഡ് വൺ ഡേ. 100% ഗ്യാരണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ വഴികൾ കാണുന്നില്ലായിരിക്കാം, അതിന്റെ സാഹചര്യങ്ങൾ കാണുന്നില്ലായിരിക്കാം. പക്ഷെ സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും നിനക്ക് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കർത്താവ് കളയത്തില്ല, കർത്താവ് കള്ളം പറയത്തില്ല, ഭോഷ്ക് പറയത്തില്ല. യു ക്യാൻ വൗച്ച് ഹിസ് പ്രോമിസ്, യു ക്യാൻ വൗച്ച് ഹിസ് വേർഡ്. മനുഷ്യൻ എഴുതിയ വാക്കുകൾക്ക് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ഒരു മിനിറ്റ് ചിന്തിക്കണം, ഒന്നല്ല ഒത്തിരി സമയം ചിന്തിക്കണം. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിക്കാൻ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം എഴുതിയത് കർത്താവ്. പ്രൈസ് ഗോഡ്. ഫിലിപ്പിയ ലേഖനം 4:19 പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന. അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ച്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പരിപൂർണമായി തീർത്തു തരും. പരിപൂർണമായി, അല്ലേ? My God shall supply all your need according to his riches in his glory in Christ Jesus. All your needs. Wants അല്ല കേട്ടോ, wants and needs തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്റെ ആവശ്യങ്ങൾ, all your needs. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, ഒരു കുഞ്ഞിന്റെ ആവശ്യം എന്തൊക്കെയാണോ അതൊക്കെയും അപ്പനും അമ്മയും അത് തീർത്തു കൊടുക്കും. അത് കൊടുക്കാനുള്ള ആഗ്രഹമാണ്. ചിലപ്പോൾ പലപ്പോഴും കഴിയാതെ വരുന്നുണ്ട്. പക്ഷെ അപ്പന്റെയും അമ്മയുടെയും ആഗ്രഹം എന്റെ കുഞ്ഞിന്റെ ചില ആവശ്യങ്ങൾ എന്നല്ല, എല്ലാ ആവശ്യങ്ങളും തീർത്തു കൊടുക്കണം. അതാ സ്വർഗത്തിലെ ദൈവം. അപ്പന്റെയും അമ്മയുടെയും കൊണ്ടല്ല സ്വർഗത്തിലെ ദൈവം. അവിടത്തേക്ക് സകലതും തീർത്തു തരും എന്റെ കോണം കഴിവുള്ളവരാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പരിപൂർണമായി തീർത്തു തരും. മറന്നു പോകരുത് സഹോദരങ്ങളെ. എന്തിനെ കുറിച്ചെങ്കിലും വറി ചെയ്യുമ്പോൾ ഈ വചനങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. കർത്താവ് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ ഹെൽപ്പ് മീ അറ്റ് എ ടൈം ഓഫ് നീഡ്. ഇന്നത് കാണത്തില്ലായിരിക്കാം, നാളെ അത് കാണത്തില്ലായിരിക്കാം, ബട്ട് വെൻ ഐ നീഡ് ഇറ്റ് ഐ വിൽ ഹാവ് ഇറ്റ്. അതാ ഫെയ്ത്ത്. പ്രൈസ് ഗോഡ്. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് ഗോഡ്സ് പ്രോമിസസ്. ദൈവം തന്ന വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി തൃപ്തരാകണം. നമുക്ക് കണ്ടൻമെന്റ് കിട്ടുവാറുള്ളത് ഒന്ന്, കർത്താവിന്റെ പ്രൊവിഷനാണെന്നും കർത്താവിന്റെ പ്രൊവൈഡർ ആണെന്നും വിശ്വസിക്കണം. അവിടുത്തെ വാക്കുമാറ്റത്തിലെ 2, അവിടുത്തെ വാഗ്ദത്തങ്ങളിലായിരിക്കണം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഈ ലോകത്തിലെ സ്റ്റെബിലിറ്റിയിലല്ല, ഇക്കോണമിക് സ്റ്റെബിലിറ്റിയിലല്ല, ഈ രാജ്യത്തിന്റെ ഇക്കോണമിക് സാമ്പത്തിക വ്യവസ്ഥയിലല്ല, ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിലല്ല. പിന്നെയോ എന്റെ കോൺഫിഡൻസ് എന്റെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളിലാണ്. അതാ എന്റെ ഉറപ്പെന്ന് പറയണം. അത് പറയാൻ നമുക്ക് കഴിയണം. എനിക്ക് നാളെ ജോലി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നല്ല വിഷയം. എന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നിന്ന് അവിടുന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6:7-8 പറയുന്നുണ്ട്, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുവാനും കഴിയത്തില്ല. ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്തായിരിക്കും അറിയാമോ? ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഞാൻ വായിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് വരുമ്പോൾ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത്, അല്ലേ?
ആ കൈ ഒന്ന് പിടിച്ച് തുറന്നു നോക്കിയാൽ അത് വല്ല ഇരിപ്പുണ്ടോ? കർത്താവ് പറഞ്ഞ എന്തോ ഈ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തുമില്ല അല്ലേ? അപ്പൊ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഈ കുഞ്ഞിന്റെ കയ്യിലേക്ക് നോക്കി ഒന്നുമില്ല. ഈ മരിച്ചു കഴിഞ്ഞിട്ട് ശവപ്പെട്ടിക്കകത്ത് ഒരാളെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ആരും കാണാതെ പുള്ളിയുടെ കൈയൊന്ന് തുറന്നു നോക്കണം, വല്ലതും കൊണ്ടുവന്നിട്ടോ? ഒന്നും കൊണ്ടുവന്നില്ല. വന്നത് എങ്ങനെ വന്നത് തന്നെ തിരിച്ചു പോകും. ഇങ്ങോട്ട് വന്നപ്പോൾ തുണിയില്ല, അതാ വന്ന് അങ്ങോട്ട് പോയപ്പോൾ തുണിയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഒറ്റ വ്യത്യാസമുള്ളതല്ലാതെ ഈ ലോകത്തിൻ്റെ ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടിയതെങ്കിൽ അത് ദൈവം ലോണായിട്ട് കടമായിട്ട് തന്നതാണ് ജീവിക്കാൻ വേണ്ടി. നമ്മുടെ കാലം കഴിയുമ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിച്ചു, ആളുടെ കാലം കഴിയുമ്പോൾ അതിനു വേണ്ടി വേറൊരാളെ ഏൽപ്പിച്ചു. പിന്നെ എന്തിനിതിനു വേണ്ടി കിടന്ന് ഓടുക? എന്തിനിതിനു വേണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക? എന്തിനങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാകുക? ഇതെല്ലാം ഞാൻ വിട്ടിട്ട് പോകട്ടെ, ഇത് എന്റേതല്ലെന്നൊരു ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഓടുമോ? ഇതിനു വേണ്ടി അധ്വാനിക്കുമോ? ഞാൻ വാക്കുകളെ നിർത്തുകപ്പെട്ടത്. മാത്യു 6:25-34 ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ബി ആങ്ഷ്യസ് അബൌട്ട് നത്തിങ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. സോ നമ്മുടെ ഒരു ദൈവപൈതലിനെ മുന്നോട്ട് നയിക്കുന്നതെല്ലാം ഇറ്റ് ഈസ് എ പ്രോമിസസ് ഓഫ് ഗാഡ്. ദ ലോർഡ് വിൽ മീറ്റ് വിത്ത് മീ വിത്ത് മൈ നീഡ്സ്. കർത്താവ് വചനത്തിൽ പറഞ്ഞു 4:19 ഫിലിപ്പിയ ലേഖനത്തിൽ all your needs will be met in Christ Jesus according to his glory. അവന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പരിപൂർണമായി നമ്മുടെ ആവശ്യങ്ങളെ അവർക്ക് തീർത്തു തരും. Never forget these promises, my brother, my sister. And the last one, be strengthened through Lord's power. താഴ്മയിലായാലും ബുദ്ധിമുട്ടിലായാലും കഷ്ടപ്പാടിലായാലും നമ്മൾ നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കാതെ be strengthened in the power of God, in the power of the Holy Spirit of God. Hallelujah. ഫിലിപ്പിയ ലേഖനം 4:13 നമ്മളിപ്പോൾ ഇവിടെ വായിച്ചല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. That was a secret Paul learned. ബുദ്ധിമുട്ടിലായാലും എല്ലാത്തിനും ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് താഴെ എഴുതിയിരിക്കുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും ഞാൻ മതിയായിരിക്കും. I am strengthened by the one who strengthens me. I am strong by the one who strengthens me. Hallelujah. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തനാകുന്നു. അതുപോലെ 2 Corinthians 12 പറയുന്നു 9ാമത്തെ വാക്യത്തിൽ, my grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ ഏത് സാഹചര്യങ്ങളും നിന്നെ നിലനിർത്തുവാൻ അവിടുത്തെ കൃപ മാത്രം മതി. കർത്താവേ, ഞാൻ തളർന്നു പോകുന്നു, കർത്താവേ ഞാൻ ഭയപ്പെട്ടു പോകുന്നു, കർത്താവേ ഞാൻ ചഞ്ചലിച്ചു പോകുന്നു എന്ന് നീ പറയുമ്പോൾ, കർത്താവേ അവിടെ കൃപ എന്നെ നിർത്തണമേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൃപ നമുക്ക് തന്ന് ആ സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ അവിടെ നമ്മളെ സഹായിക്കും. ട്രസ്റ്റ് ഇൻ ഹിസ് പ്രോമിസസ്. ഞാനൊരു ലാസ്റ്റ് കോട്ട് പറഞ്ഞു നിർത്തുകയാണ്. When English reformers in 16th century were led into martyrdom, they comforted each other. 16ാം നൂറ്റാണ്ടിലെ ഈ നവീകരണ പ്രസ്ഥാനം, ഈ പുതിയ പ്രൊട്ടസ്റ്റന്റ് ചർച്ചൊക്കെ വന്ന സമയത്ത് ഇവിടെ ഇംഗ്ലണ്ടിലും കാത്തലിക് ചർച്ചും ഇവിടുത്തെ സ്റ്റേറ്റും കൂടെ അന്ന് ചേർന്നിട്ട് ഒത്തിരി പേരെ രക്തസാക്ഷിത്വത്തിലേക്ക് കൊണ്ടുപോയി. നവീകരണ പ്രസ്ഥാനക്കാരെ, റീഫോമേഴ്സിനെ. അന്നേരം അവർ പരസ്പരം കംഫർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഇത് വായിക്കുവാൻ കൊണ്ട് എനിക്കിടയായി. ഞാനത് നോട്ട് ചെയ്തിരിക്കുക. അതെന്തോ അതിരിക്കുന്നത്, റിഡ്ലി എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് ഭയപ്പെട്ടു മരണത്തിലേക്ക് കൊണ്ടുപോകാൻ പോകണം. അപ്പോൾ അദ്ദേഹത്തെ കംഫർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്, ബി ഓഫ് ഗുഡ് ചിയർ മാസ്റ്റർ റിഡ്ലി ആൻഡ് പ്ലേ ദ മാൻ, ഫോർ ബൈ ഗോഡ്സ് ഗ്രേസ് ടുഡേ വി വിൽ ലൈറ്റ് സച്ച് എ കാൻഡിൽ ഇൻ ഇംഗ്ലണ്ട് ആസ് ഷാൽ നെവർ ബി പുട്ട് ഔട്ട്. ഇത് എഴുതിയിരിക്കുന്നത് അറിയാമോ? റിഡ്ലി, നീ ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ പോലെ പെരുമാറും. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് നമ്മൾ കത്തിക്കുവാൻ പോകുന്ന ഈ തിരി ആർക്കും കെടുത്താതെ വേണം ഇംഗ്ലണ്ട് മുഴുവനും വ്യാപിക്കും. എന്തോ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി മറ്റൊരാളിനെ പറഞ്ഞ് ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. They looked at Christ and Holy Spirit empowered them, finding strength in the Lord's power. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരാൽ ഇത്രത്തോളം സഭയെ നയിച്ചത്, ഇത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നയിച്ചത്. സഹോദരി, നീ ഭാരപ്പെടുന്ന വിഷയം എന്താ? അത് വെറും ടെമ്പറൽ വിഷയമാണ്, വളരെ താൽക്കാലികമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിന് വേണ്ടി വിഷമിച്ച് നിന്റെ ഹെൽത്ത് കളഞ്ഞ്, നിന്റെ ജീവിതം കളഞ്ഞ്, നിന്റെ സ്വസ്ഥത കളഞ്ഞ്, നിന്റെ സമാധാനം കളഞ്ഞ് നീ നിന്നെ തന്നെ തകർക്കാതെ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കും. എന്റെ കർത്താവ് എനിക്ക് മതി. സഹോദര, ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിക്കുന്ന ഇതാ, നിന്നെ കൊണ്ട് നിനക്ക് വേണ്ടി ചെയ്യുവാൻ ഒന്നും കഴിയത്തില്ല.
എന്ന് നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നുവോ അന്ന് മാത്രമേ നിന്റെ വിഷയത്തിന് പരിഹാരമുള്ളൂ. അതുകൊണ്ട് നീ നിന്നിൽ ആശ്രയിക്കാതെ, നിന്റെ സാഹചര്യങ്ങളിൽ ആശ്രയിക്കാതെ, നീ കർത്താവിന്റെ അമിത ബലത്തിൽ ആശ്രയിക്കും. കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ മറക്കാം. കർത്താവിന്റെ